വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുട്ടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ്. ദേ ഒരാൾ അവിടെ ഭയങ്കര ഒരുക്കത്തിലാട്ടോ. ഹലോ സാറേ, അതെ അതത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടോ? നിനക്ക് ഗസ് ഉണ്ടോ? അപ്പം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം. പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചു മുഴുവൻ വെറുപ്പിയിലാണെന്നാണോ മനസ്സ് വിചാരിച്ചത്? അങ്ങനെ മനസ്സ് വിചാരിച്ച് ദൈവം കോപിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഷോപ്പിങ്ങിന് പോരെ. അവസാനം വരെ ഷോപ്പിംഗ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് പോകരുത് ആരും കേട്ടോ. അപ്പം എല്ലാവരും നമ്മളോട് പറഞ്ഞു നല്ല ടേസ്റ്റാണ് ഈ ഡേറ്റ്സിനെന്ന്. അപ്പം നമ്മൾ ആ ഡേറ്റ്സ് ഒരു പാക്കറ്റ് അങ്ങ് എടുത്തു. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയണമല്ലോ. അങ്ങനെ അതിനുശേഷം നമ്മൾ കുറച്ച് മുമ്പോട്ടേക്ക് പോയപ്പോഴത്തേക്കും എന്താണ് ഫിൻലൻഡിലെ ക്യാൻറ്റി, അത് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ കറക്കി എന്നാണ് കേട്ടോ. അപ്പോൾ കറക്കിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇവിടുത്തെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ക്യാൻറ്റിയാണേ. പക്ഷെ നമുക്കിഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വികാരമില്ലാത്ത മിഠായിയാണ് എനിക്ക് ഫീൽ ചെയ്താൽ കേട്ടോ. ഇനി വേറെ ആർക്കെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ, അവരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. അതുകൊണ്ട് ഞാൻ ആവശ്യത്തേക്ക് നോക്കിയില്ല, ചുമ്മാ വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നല്ല പരിചയമുള്ളൊരു മിഠായി കാണുന്നില്ലേ, അതാണ് നമ്മുടെ കിൻഡർ ജോയുടെ അപരൻ ഇവിടുത്തെ. ഇത് ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഡിയേഴ്സ്. ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. നാട്ടിലെ കിൻഡർ ജോയ് എനിക്കിഷ്ടം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയിൽ ചോക്ലേറ്റ്സ് എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല കൗതുകം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ നോക്കി നിന്നു. അതെല്ലാം ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് നോക്കുകയും നല്ല പാക്കറ്റല്ലേ, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത് നമ്മുടെ ഫിൻലൻഡുകാരുടെ വികാരമായ മുട്ടായി സാൽമാക്കി. പക്ഷേ ഇതിനൊരു വൃത്തികെട്ട രുചിയാണ് ഡിയേഴ്സ്. ഞാൻ 2 പ്രാവശ്യം കഴിച്ചിട്ട് തുപ്പിക്കളഞ്ഞു. 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അറിയാതെ കഴിച്ചു പോയതാ കേട്ടോ. എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഒരു വല്ലാത്തൊരു മുട്ടായി. അപ്പോൾ ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ക്രിസ്മസ് പാപ്പാടിയും ക്രിസ്മസ് ട്രീയുടെയും ഒക്കെ രൂപത്തിൽ വരുന്ന മുട്ടായികളുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ചോക്ലേറ്റ്സ് ആട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ചോക്ലേറ്റ്സ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ അതിൻ്റെ അടുക്കി വെച്ചേക്കുന്ന അതിൻ്റെ ഭംഗിയെല്ലാം നോക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും നമ്മൾ ക്യാൻഡിഡ് സെക്ഷനിലേക്ക് എത്തി. ഇവിടെ നമുക്ക് നാട്ടിലെ നാരങ്ങ മിഠായി കണക്കൊക്കെ ഇരിക്കുന്ന മിഠായി കിട്ടും കേട്ടോ, നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഈ മിഠായി നിങ്ങൾക്ക് പരിചയമുണ്ടോ? ലിഞ്ച് എന്ന് പറയും. നല്ല ടേസ്റ്റായിരുന്നു ഈ മിഠായിക്ക്. അപ്പം നമ്മളിത് ഇതിൻ്റെ കുറച്ച് സംഭവങ്ങളെടുത്തു. നല്ല പല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കുറച്ചെടുത്തു. അതിനുശേഷം ഞാൻ പിള്ളേരുടെ കൂടെ കണ്ടോ ക്യാൻഡി മുട്ട എടുത്തുകൊണ്ടിരിക്കുക. ഫിറേറോ റോഷറിൻ്റെ ഒരു മല, ആ മലയിൽ നിന്ന് നമ്മൾ 2 സംഭവം അടർത്തിയെടുത്തു. 2 പാക്കറ്റ് നമുക്കും വേണം. അങ്ങനെ 2 എടുത്തു. അത് നമ്മുടെ കൊട്ടയിലാക്കി. അതിനുശേഷം നമ്മളിത് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പല വെറൈറ്റീസിലുള്ള മിഠായികളിങ്ങനെ പാക്കറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഈ കരടി മിഠായി കണ്ടു. കരടി മിഠായിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കരടി രൂപമായിരിക്കും ആ മിഠായിക്ക്, വേറെ പ്രത്യേകതയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നട്ട്സുള്ള കുറച്ച് പാക്കറ്റ് ചെയ്ത മിഠായി മീൻസ് ചോക്ലേറ്റ്സ് കണ്ടു. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അത് ഞാനിങ്ങനെ വാരി എടുത്ത് കൊട്ട നിറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴെങ്കിലും കുറേ ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെയും വന്നു നമ്മുടെ കിൻഡർ ജോയുടെ അപരൻ. പിള്ളേരെ പറ്റിക്കാനല്ലേ. ഈ പിള്ളേരെ എങ്ങനെ ഈ പരിസരത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു കേട്ടോ. അങ്ങനെ കൊട്ട നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മനസ്സിലേക്ക് ആ ചോദ്യം പോയത്, വീട്ടിൽ ചെന്നിട്ട് എന്തുണ്ടാക്കും? അപ്പം ഞാൻ എടുത്തു ടിൻ ഫിഷ്. ഇതാകുമ്പോൾ എളുപ്പമല്ലേ കറി വെക്കാൻ. അങ്ങനെ 2 ടിൻ ഫിഷ് എടുത്ത് കൊട്ടയിലിട്ടു. ഇതാകുമ്പോഴത്തേക്കും വീട്ടിൽ ചെന്നിട്ട് തട്ടിക്കൂട്ടി ഒരു കറി വെച്ച് സെറ്റാക്കാം. അതിനുശേഷം നമ്മൾ പിന്നെയും സെയിം തന്നെ ചോക്ലേറ്റ്സിൻ്റെ, ഇത് മിൽക്ക് ചോക്ലേറ്റ്സ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയിട്ട് കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം വായിച്ച് നോക്കിയും ഇൻഗ്രീഡിയൻസ് എല്ലാം വായിച്ച് നോക്കിയിട്ടൊക്കെ എടുക്കുന്നത്. അറിയാവുന്നതുകൊണ്ടൊന്നുമല്ല, പിന്നെ ഒരു സുഖം. എല്ലാം ഇങ്ങനെ വായിച്ച് നോക്കി എടുക്കുമ്പോഴത്തേക്കും ഒരു രസമല്ലേ, നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ. പിന്നെ വന്ന് നമ്മുടെ ക്യാൻഡിയുടെ സെക്ഷനിലേക്ക്, ഇത് ചോക്ലേറ്റ് ക്യാൻഡീസ് ആണേ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി കുറച്ച് ഇങ്ങനെ എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അത് നമ്മൾ ഇങ്ങനെ കുറച്ച് പർച്ചേസ് ചെയ്തു. ഇത് കണ്ടോ, ഗിഫ്റ്റ് പോലെ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയില്ല, ലിൻറ്റിൻ്റെ തന്നെ മിഠായിയാണ്. അപ്പം അത് നമ്മളെടുത്തില്ല. അതിനുശേഷം നമ്മുടെ സംഭവങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ എല്ലാം ബില്ല് ചെയ്തു ഡിയേഴ്സ്. ഇനിയും ബില്ല് വരാനുണ്ടേ. അങ്ങനെ കുറച്ച് കസരത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി. ബായ്.